ഒന്നിപ്പം കേൾക്കണോ ചങ്ങായളെ, നമ്മൾ പിറന്നൊരീ പുണ്യഭൂമി, നമ്മുടെ ഭാരത പുണ്യഭൂമി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിന്ന്, നമ്മുടെ നാടിത് വിട്ടുകൊണ്ട് കടലും കടന്നു പോയി ബ്രിട്ടനെന്നാൽ, അപ്പോലെ തന്നെ ഈ ഫ്രഞ്ചുകാരും കപ്പലു കേറുവാൻ പാവമില്ല. ഫ്രഞ്ചുകാരിന്ത്യന്ന് വിട്ടു പോണം, ഫ്രഞ്ചിന്ത്യ ഇന്ത്യയില് ലയിച്ചിടണം. 18 പായെത്തിയാലും ഫലമെന്ത് ഫ്രഞ്ചിന്ത്യ കിട്ടുകില്ല. ഗാന്ധിജി വന്നു പിറന്ന നാട്ടിൽ മറുനാടൻ വാഴ്ചയ്ക്കു സ്ഥാനമുണ്ടോ? മയ്യഴി 200-ലേറെ വർഷങ്ങൾ നീണ്ട ഫ്രഞ്ച് അധിനിവേശത്തിനെതിരെ വിമോചന സമരം ചെയ്ത സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചരിത്രം. ഐ.കെ. കുമാരൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ നടന്ന വിമോചന സമരത്തിൽ പങ്കെടുത്ത ധീരയോദ്ധാവായിരുന്നു ചാലക്കരയിലെ ഉസ്മാൻ. ചാലക്കര പരന്തിരിയാട്ട് കദീശുവിൻ്റെയും ഹൈദ്രോസിൻ്റെയും രണ്ടാമത്തെ മകനായി 1924 സെപ്റ്റംബർ 8 ഉസ്മാൻ ജനിച്ചു. എൻ്റെ അമ്മാവൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനായിരുന്നു. സോമാസ് ഹിന്ദി പഠിച്ചതും ഇംഗ്ലീഷ് പഠിച്ചതും വീട്ടിൽ നിന്നാണ്. പരീക്ഷയ്ക്ക് പോയതും അങ്ങനെ മാഷായതൊക്കെ. പക്ഷേ സോമാസായിട്ടുള്ള കാർമൂര ബന്ധം എന്തോ ഒരു അസാധാരണ ബന്ധമാണ്. അവർ നിഷ്കാമ കർമ്മയോഗി എന്നൊക്കെ അവർ ജീവിച്ചത്. ആ നിഷ്കാമ കർമ്മയോഗിയുടേതായ ചില വശങ്ങൾ സോമാസിലുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ മാതൃക്കുറുക്കിൻ്റെ കാരണമില്ല എണ്ണമീൻ കുറുക്കും. അപ്പോൾ എണ്ണമീൻ കുറുക്കിൻ്റെ ആയിട്ട് ബന്ധപ്പെടുന്നതായിട്ട് സോമാസിക്ക് നേരത്തെ കഴിഞ്ഞിരുന്നു. അങ്ങനെയാണ് ഹിന്ദു പഠനത്തിലും ദേശീയ ഇതിലൊക്കെ ഉസ്മാൻ മാസ്റ്റർക്ക് ഒരു ഗൈഡൻസ് ആദ്യമായിട്ട് കിട്ടുന്നുണ്ട്. ഉസ്മാൻ ഹിന്ദിയും അറബിയും അഭ്യസിച്ചു. എക്കോൾ മിക്സ് ദ പള്ളൂർ സ്കൂളിൽ ഉസ്മാൻ അറബി അധ്യാപകനായി ജോലിയിൽ ചേർന്നു. അങ്ങനെ ഉസ്മാൻ മാഷായി. ആയിരത്തി 1934 മഹാത്മാഗാന്ധി മയ്യഴി സന്ദർശിച്ചു.
ബ്രിട്ടീഷിൻ്റെ എന്നും ഫ്രഞ്ചിൻ്റെ എന്നും പോർച്ചുഗീസിൻ്റെ എന്നുമുള്ള വകതിരിവെനിക്കില്ല. കാലാവസ്ഥയും ആചാരവും വ്യത്യസ്തമായിരിക്കാം, ഭാഷ വേറെ ആയിരിക്കാം. എന്നാൽ എൻ്റെയും നിങ്ങളുടെയും സ്ഥിതികളിൽ രക്തം ഒന്നാണ്. ഗാന്ധിയുടെ വരവ് ദേശീയവാദികളിൽ പുത്തനുണർവുണ്ടാക്കി. മയ്യഴിക്കകത്തും പുറത്തും കലാ, കായിക, രാഷ്ട്രീയ സംഘടനകളുണ്ടായി, വായനശാലകളുണ്ടായി. 1938 പന്തക്കൽ വെച്ച് മഹാജനസഭ രൂപീകൃതമായി. IK കുമാരൻ മാസ്റ്റർ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടു. ചാലക്കര വള്ളൂർ പ്രദേശങ്ങളിലെ ഒരു കൂട്ടം 31 ചെറുപ്പക്കാർ ചേർന്ന് PK ഉസ്മാൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ ചാലക്കരയിൽ ഗ്രാമീണ വായനശാലയ്ക്ക് രൂപം കൊടുത്തു. ഈ വായനശാലയ്ക്ക് വേണ്ടി വളരെയധികം അഹോരാത്രം പ്രവർത്തിച്ച മയ്യഴി വിമോചന സമരത്തിലെ മുന്നണി പോരാളിയായിരുന്ന PK ഉസ്മാൻ മാസ്റ്ററായിരുന്നു ഈ വായനശാലയുടെ ശില്പി എന്ന് തന്നെ പറയാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി രൂപീകരിക്കപ്പെട്ട ജയപ്രകാശ് നാരായണന്റെ സോഷ്യലിസ്റ്റ് പാർട്ടി മയ്യഴിയിൽ നിലവിൽ വന്നപ്പോൾ ഉസ്മാൻ മാഷ് അതിന്റെ പ്രധാന പ്രവർത്തകനായി. ആദ്യത്തെ പരിചയപ്പെടുന്ന വെച്ചാൽ ഞാനും എൻ്റെ ഒരു പാർട്ടി പ്രവർത്തകൻ കൂടിയായ ചിന്മയി രാഘവൻ. അയാൾ ഞാൻ ഹിന്ദി പഠിക്കുന്ന ആ കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ അടുത്താണ് ചാലക്കര പോയി പഠിച്ചത്. ഉസ്മാൻ മാഷെ നേതൃത്വത്തിൽ അങ്ങനെയാണ് ഞങ്ങളായിട്ടുള്ള ബന്ധവും തുടർന്നത്. പിന്നെ പാർട്ടി രൂപീകരണത്തിലൂടെ വന്നപ്പോഴും പാർട്ടിയായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള അയാളും ഞാനും ആയിട്ട് സഹായിച്ച് ഞങ്ങളുടെ കൂടെ തന്നെ പ്രവർത്തനത്തിനും എല്ലാത്തിനും തന്നെ ഉണ്ടായ ഒരാളാണ് മരിച്ചുപോയ സഖാവ് PK ഉസ്മാൻ. ഞങ്ങൾ കുറേ ചെറുപ്പക്കാരെ വിളിച്ച് കുമ്മാരാഘവൻ, പരതനായ കുമ്മാരാഘവൻ, മംഗലാട്ട് രാഘവൻ, ഇങ്ങനെയുള്ള കൂട്ടത്തിൽ അന്നേ ഞാൻ സോഷ്യലിസ്റ്റ് തന്നെയാണ്. പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അയാൾ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ആ ദേശീയ നയം അയാൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ചെറുപ്പത്തിലെ അറിയാം, അറിയാം, ഇതിനായിട്ട് വരാറുള്ള ആളാണ്. സോഷ്യലിസ്റ്റ് പ്രവർത്തനങ്ങളിലെല്ലാം ഇങ്ങനെ നടക്കാറുണ്ട്. ഈ സോഷ്യലിസ്റ്റുകാർ മായനസഭയുടെ അകത്ത് ഓരോരോ സമയത്ത് കമ്മ്യൂണിസ്റ്റുകാരും വിട്ടുപോയി, സോഷ്യലിസ്റ്റുകാരും അങ്ങനെ വിട്ടുപോയിട്ടുണ്ട്. പക്ഷെ ഈ ഘട്ടത്തിൽ സോഷ്യലിസ്റ്റുകാർ മായനസഭയുടെ കൂടെയുണ്ട്. പക്ഷെ അതിൻ്റെ അകത്ത് കുറച്ച് ആൾക്കാർ അങ്ങനെ കുറെ പറഞ്ഞു മനസ്സിലാക്കാനും എല്ലാം ഉസ്മാൻ മാഷ്ക്ക് പ്രത്യേക കഴിവുണ്ട്. ഈ ഉസ്മാൻ മാഷ് ജ്യേഷ്ഠനും ഉപ്പയെല്ലാം ഉണ്ടല്ലോ, വളരെയധികം ഇത്രയധികം നാഷണലായിട്ടിരിക്കുന്ന ആൾക്കാർ ഇന്നും ഇല്ല എന്നുള്ള അഭിപ്രായക്കാരനായി. അത്രയധികം ആ കുടുംബത്തിൽ തന്നെ അങ്ങനെ അങ്ങനെയുള്ള ദേശീയബോധമുള്ള ഇരിക്കുന്ന ആൾക്കാർ വേറെ ആർക്കും ഉണ്ടായിട്ടും തോന്നുന്നില്ല. ഒരുപാട് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാരുണ്ട് ഉസ്മാൻ മാഷ് രാഷ്ട്രീയത്തിൽ കുറേയധികം യുവാക്കളിൽ ഒരു വിപ്ലവ ബോധം, ദേശീയ വിപ്ലവ ബോധം ഉണ്ടാക്കി. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് ആദ്യം. കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു ഗ്രൂപ്പാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ്. ജയപ്രകാശ് അത് അതിന്റെ രൂപീകരണം തന്നെ അങ്ങനെയാണ്. പിന്നെ അടുത്ത സ്വാതന്ത്ര്യത്തിന് ശേഷം 48 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പ്രത്യേക പാർട്ടിയായിട്ട് രൂപീകരിച്ചത്. അപ്പൊ അതിനു മുമ്പേ ഉസ്മാൻ മാഷ് വളരെ സജീവമാണ്. ഉസ്മാൻ മാഷ് പ്രവർത്തനം കൊണ്ട് നാലുകാരുടെ ഭരണം വളരെ ശക്തമായ ഒരു യൂണിറ്റ്, പ്രത്യേകിച്ച് ചാലക്കര. ഞാൻ മാഹിൽ 48 മുതൽക്ക് സ്വതന്ത്രമായിട്ടുള്ള പാർട്ടിയാകുന്നത് 48 അതുപോലൊക്കെ പിന്നെ ഉസ്മാൻ മാഷും അതിൻ്റെ അവിഭാജ്യ ഘടകമാണ്. ഇന്ത്യ സ്വതന്ത്രയായി. ഫ്രഞ്ച് അധീനതയിലായിരുന്ന മാഹി, പന്തക്കൽ, കാരയ്ക്കാൽ, യാനം, ചന്ദ്രനാഗൂർ എന്നീ പ്രദേശങ്ങൾ ഫ്രഞ്ച് അധീനതയിൽ തന്നെ തുടർന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതോടെ മയ്യഴിയിലെ സ്വാതന്ത്ര്യ സമരം ചൂടുപിടിച്ചു. ഫ്രഞ്ച് ഗവൺമെന്റിന്റെ ചെറുത്തുനിൽപ്പും അതോടെ ശക്തമായി. IK കുമാരൻ മാസ്റ്റർ, PK ഉസ്മാൻ, മംഗലാട്ട് രാഘവൻ, അടിയേരി നാണു, അമ്മാഞ്ചേരി ഭാസ്കരൻ, K മാധവക്കുറുപ്പ്, C ഭരതൻ, P ശിശുപാലൻ, മുച്ചിക്കൽ പത്മനാഭൻ,
തുടങ്ങിയവർ സജീവമായി രംഗത്ത് വന്നു. ജയപ്രകാശിന്റെ വലിയ ആളാണ്, പക്ഷെ അയാള് പിന്നെ അതുമല്ല ഇതുമല്ല എന്നുള്ള പറഞ്ഞിട്ടില്ല. വിമോചന സമരത്തിനായി രൂപീകരിച്ച മഹാജനസഭയോടൊപ്പം ചേർന്ന് സോഷ്യലിസ്റ്റുകാരും പ്രവർത്തിച്ചു. മയ്യഴിയിലെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ്. ബംഗാളിലെ ചന്ദ്രനാഗോർ തെരഞ്ഞെടുപ്പിൽ ഫ്രഞ്ചുകാർക്കേറ്റ പരാജയം മാഹിയിൽ ആവർത്തിക്കാതിരിക്കാൻ അവർ കള്ളക്കളികൾ കളിക്കാൻ തുടങ്ങി. ഫ്രാൻസും ഇന്ത്യയും തമ്മിൽ സംഭാഷണങ്ങൾ നടന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരൊരു എഗ്രിമെൻറ്റിലെത്തി. എന്താ വെച്ചെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒട്ടുക്കും മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് നടത്തുക. ആ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന കൂട്ടർ യോഗം ചേർന്നിട്ട് തീരുമാനിക്കുക ഫ്രഞ്ച് പിന്നെ ഭരണത്തിൽ തുടരണോ അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയനിൽ ചേരണമോ എന്നൊരു ചോദ്യം. വോട്ടിങ്ങിൽ ഒരു എല്ലാ ദിക്കിലും കൃത്രിമം നടത്തി ഫ്രഞ്ചുകാർ. വോട്ടിങ്ങിൽ വോട്ടിംഗ് കാർഡില്ല, ഐഡൻറ്റിറ്റി കാർഡില്ല, അത് ഉണ്ടായാലും മാത്രമേ വോട്ട് ചെയ്യാൻ കഴിയൂ. ഫ്രഞ്ച് സിസ്റ്റം ഇപ്പോൾ ഇവിടെ അങ്ങനെയല്ല. പക്ഷേ ഗവൺമെൻറ്റെല്ലാം രവീന്ദ്രനാഥിൻ്റെ മാഹിയുടെ സമരം നടന്നത് കാർഡിന് വേണ്ടിയിട്ടാണ്. ഡോക്ടർ കാർഡിന് വേണ്ടിയിട്ടുള്ള സമരം നടത്തി. അത് കുമാരൻ മാഷ് ഉദ്ഘാടനം ചെയ്ത് മുനിസിപ്പൽ ഓഫീസ് ധാരണ ഉദ്ഘാടനം ചെയ്ത് ഞാൻ പോയി പറഞ്ഞു, മാഷില്ല മുനിസിപ്പാലിറ്റിയിൽ വന്നതിൻ്റെ ജാലകെല്ലാം അടക്കാൻ പോകുന്ന പറഞ്ഞു. സമ്മതിക്കില്ലല്ലോ. ഞാൻ വന്ന് മാഷ് വന്ന് ഞാനുണ്ട്. ഇപ്പുറം കുറേ ആളുണ്ട്, കുറേ മഹാൻ സഭക്കാരുണ്ട്. കുമാരൻ മാഷ് പടി ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞ് കൂട്ടിനെ സമ്മതിക്കില്ല, പിന്നെ ഞങ്ങൾക്ക് 10 മണി വരെ തരണം. അപ്പാടെ ഞാൻ പിടിച്ചാൽ മുന്തിയിട്ട് ഇപ്പുറം തിരിഞ്ഞിട്ട് പറഞ്ഞു കുമാരൻ മാഷുള്ള ഓഫീസർ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം ഉണ്ടാക്കിയത് അങ്ങനെയാണ്. ഇപ്പം വേണ്ടേ പടിയെ മാഷം എടുത്തുകൊണ്ട് ഓഫീസിൽ കൊണ്ടുപോയി കിടത്തി പോലീസുകാർ അടി തുടങ്ങി. മുനിസിപ്പൽ ഓഫീസിൽ നടത്തിയ ധർമ്മം വൈകുന്നേരം മാഷ പിടിച്ചിട്ട് പിന്നെ ബലാത്കാരെ പിടിച്ചിട്ട് മാറ്റി ഓഫീസ് അടക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ അവിടെ അടിയായി. മാഷ ബലാത്കാരം പിടിച്ചതുകൊണ്ട് നമ്മളെ കൊടുക്കുന്ന ആൾ ഇടപെട്ട് പോലീസുകാർക്ക് ഏറ്റുമുട്ടി. പോലീസുകാർ ഏറ്റുമുട്ടിയത് പോലീസുകാർ കണ്ടിട്ട് ആളേ ഉള്ളൂ. വലിയ ജനക്കൂട്ടം ഉണ്ട് അവിടെ. അവർ ഓടിപ്പാഞ്ഞു. പിന്നെ മുനിസിപ്പൽ ഓഫീസ് നമ്മുടെ കയ്യിലല്ലേ. അപ്പോൾ ജനങ്ങളെല്ലാം ആടെയുള്ള വലിയ റെക്കോർഡും കാര്യവും ഒക്കെ എടുത്ത് പൊതു നടത്തില്ലേ. മുനിസിപ്പൽ ഓഫീസിന് മുമ്പിൽ റോഡല്ലേ, കാലിക്കറ്റ് കണ്ണൂർ റോഡല്ലേ, റോഡിനെ കൊണ്ടുപോയിട്ട് തീ കൊടുത്ത്. ഈ സംഭവമെല്ലാം നടന്നു മാഹിയിൽ. അപ്പോൾ മാഹിയിൽ തെരഞ്ഞെടുപ്പ് നടന്നില്ല. പോണ്ടിച്ചേരിയും കാരിക്കാവിലും യാനത്തും തെരഞ്ഞെടുപ്പ് നടന്നു. അവിടെ അമ്പിച്ച ഭൂരിപക്ഷം പഞ്ചായത്ത്. ഒക്ടോബർ വിപ്ലവത്തോടെ പിടിച്ചടക്കിയ മയ്യഴിയുടെ ഭരണം ഏറ്റെടുക്കാൻ